ഔപചാരികമായിട്ടുള്ള സ്വാഗതമല്ല, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ പകരം വയ്ക്കാനാവാത്ത സമാനതകളില്ലാത്ത ഒരു ശ്രീനിവാസൻ്റെ വിയോഗം, അതിൻ്റെ അനുശോചനമാണ് നമ്മളിവിടെ നിന്ന് ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ സഹൃദയരെയും ഇതിലോട്ട് ഔപചാരികമല്ലെങ്കിലും ഒരു സ്വാഗതം പറയുകയാണ്. ആദ്യമായി നമ്മുടെ അനുസ്മരണ യോഗം ഉദ്ഘാടകനായിട്ടുള്ള പ്രൊഫസർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം സിനിമ സംവിധായകൻ സജി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ഹാഷിഖ്, അദ്ദേഹമാണ് മോണിറ്റർ. യോഗാധ്യക്ഷനാണ് ആദ്യം ക്ഷണിക്കേണ്ട യോഗാധ്യക്ഷൻ അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ, അക്കാഫ് സെക്രട്ടറി KV മനോജ്, അനൂപ് അനിൽദേവൻ, ഷീജ സുരേഷ്, ഇൻകാസിൻ്റെ ഭാര്യകളായ റഫീഖ്, ജാബിർ, CA ബിജു, നമ്മുടെ മോഹൻ ശ്രീധർ, ഫിലിം പ്രൊഡ്യൂസർ അമർ പ്രേം, എല്ലാവരെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമാനതകളില്ലാത്ത ഒരു വിയോഗമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നാട്ടിലായാലും നമ്മുടെ മാധ്യമങ്ങൾ തുറന്നാൽ തന്നെയും എപ്പോഴും നല്ല സന്ദേശങ്ങൾ, അതായത് കരച്ചിൽ 2 പ്രാവശ്യമുണ്ട്, അത് 2 രീതിയിലുണ്ട്. ഒന്ന് ദുഃഖം വരുമ്പോൾ കരയുന്നതും, അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് കരയുന്നതുമായിട്ടുള്ള സിനിമകൾ ഒത്തിരി മലയാള സിനിമയിൽ കൊണ്ടുവന്നതും ഒരുപാട് സംവിധായകരെ മുൻനിരയിലെത്തിച്ചതുമായിട്ടുള്ള ഒരു അപൂർവ പ്രതിഭയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. എവിടെയും വീട്ടിലെ ക്ഷണിതാവെന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനപരമായിട്ടുള്ള സിനിമകളും അതിലൂടെ വന്നിട്ടുള്ള സന്ദേശങ്ങളും മലയാളികൾ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീരാ നഷ്ടം തന്നെയാണെന്ന് നമ്മുടെ ഈ അനുശോചന സമ്മേളനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുണ്ടാവും. അവധി ദിവസം ഒത്തിരി പരിപാടികൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം വഹിക്കുന്ന അക്കാഫിൻ്റെ പ്രസിഡന്റ് ചാൾസ് പോളിനെ ക്ഷണിക്കുന്നു. ഏറെ ആദരണീയനായ നമുക്കവർക്കും പ്രിയപ്പെട്ട ജോർജ് ഓണക്കൂർ സാർ, സജി സുരേന്ദ്രൻ, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, അക്കാഫ് ഭാരവാഹികളെ, അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മലയാള സാംസ്കാരിക രംഗത്ത്, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തൊരു വലിയ നഷ്ടം തന്നെയാണ് ശ്രീനിവാസിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കാഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചത്. പക്ഷെ പെട്ടെന്ന് വിളിച്ചൊരു മീറ്റിംഗ് ആയതുകൊണ്ട് പലർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പ്രത്യേക ഹോളിഡേ ആയതുകൊണ്ട് പലരും നാട്ടിലാണ്. അതുപോലെ തന്നെ പലരും പല പ്രോഗ്രാമിന് കമ്മിറ്റഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് വന്നു ചേർന്ന ആളുകൾ, മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യോഗത്തിലേക്ക് വന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു പോയെങ്കിലും അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ, എന്താ പറയുക, ഒരു വലിയ സംസ്കാരം, വലിയൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒത്തിരി കാലത്തിന് അതീതമായിട്ട് ഉള്ള കഥാപാത്രങ്ങളെയാണ് പുള്ളി സൃഷ്ടിച്ചതെന്നെല്ലാം നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അഭിനേതാവാണോ, തിരക്കഥാകൃത്താണോ, നിർമ്മാതാവാണോ, സംവിധായകനാണ്, ഏത് മികച്ച രീതിയിലും അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം 2 സിനിമയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിലൊരു സിനിമയ്ക്ക് ദേശീയ അവാർഡിൻ്റെ അടുത്ത് വരെ എത്തി, ഒരു സിനിമ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ ശരിക്കും നമുക്ക് അദ്ദേഹം ഒത്തിരി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. സന്ദേശം എന്ന് പറഞ്ഞാൽ സിനിമ പോലെ മാത്രമല്ല, എങ്ങനെ ഈ മനുഷ്യൻ അത്ര വലിയൊരു കലാകാരനാവാൻ കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം രജനീകാന്തിൻ്റെ ഒപ്പം പഠിച്ചു, സഹപാഠിയായിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ, മമ്മൂട്ടി ആദ്യമായിട്ട് പുള്ളിയുടെ നിന്നാണ് മറ്റേ ഇത് വാങ്ങിച്ചതെന്ന് പറയുന്നു, പ്രതിഫലം വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു അതുല്യ പ്രതിഭ, കലാപ്രതിഭയുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു പാട്ട് രംഗം ഷൂട്ട് ചെയ്യുകയാണ് സുഭാഷ് പാർക്കിൽ. ആ പാട്ടിൻ്റെ ഏതാണ്? പവിഴമല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കണം അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ ഇങ്ങനെ നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒറ്റ ടേക്കുള്ളൂ. കാർത്തിക ഒരു 10 പ്രാവശ്യം ടേക്ക് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരൊറ്റ ടേക്ക് മതി. അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് മാറി നിന്നിട്ട് വീഡിയോ വലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അദ്ദേഹത്തെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചൊരു പുകവലി തന്നെയായിരുന്നു. അതിനൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളി മാറിയുന്ന അപ്പടെ തന്നെ മാറിയെന്ന് പുള്ളി വലിക്കുക, എത്ര സിഗരറ്റ് പോയി എത്ര വീഡിയോ വലിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിയുടെ ആ ഒരു സിനിമാ ലോകത്തു നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കണ്ടനാട്, അത് ഞങ്ങളുടെ അടുത്താണ്, ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് പുള്ളി ഒരു പാടശേഖരം അതിനടുത്തുള്ള ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പണിയുകയും, വീടൊക്കെ വലിയ വിചിത്രമായ രീതിയിലേക്കാണ് പണിതിരിക്കുന്നത്. സോളാറൊക്കെ വെച്ച് ഫുൾ സോളാറാണ്. ഈ പാടശേഖരമൊക്കെ വെറുതെ കിടക്കുകയായിരുന്നു, തരിശായിട്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം പുള്ളി അവരെ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് അവിടേക്ക് കൃഷി ചെയ്യുകയും, ഈ കൃഷി നമ്മൾ സിനിമയിലും അല്ല ഇതിലൊക്കെ വായിക്കുന്നത് പോലെ ഒരിക്കലും വിജയമായിരുന്നില്ല, തികച്ചും പരാജയമായിരുന്നു. കാരണം ജൈവകൃഷിയൊന്നും ഒരിക്കലും സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പുള്ളി അത് 100% നീതി പുലർത്തിയാണ് ചെയ്തത്. പക്ഷേ അതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ വിഷം കലരാത്ത പച്ചക്കറികൾ കഴിക്കാനുള്ള ഒരു രീതിയിലാണ് ജൈവകൃഷിയൊക്കെ ചെയ്തത്. അദ്ദേഹം എപ്പോഴും ചോദിക്കുമായിരുന്നു, ഈ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നും വരുന്ന അരി ആരെങ്കിലും ഇൻസ്പെക്ട് ചെയ്തിട്ടാണോ കൊണ്ടുവരുന്നത്? ഒന്നുമില്ലല്ലോ, ഇവിടെ വരുന്നു, ആളുകൾ കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സന്ദേശമാണ് ചെയ്തത്. ഒരു വശത്തുകൂടെ അദ്ദേഹം ഈ വിഷലിപ്തമായ പച്ചക്കറികൾ കഴിക്കരുതെന്ന് ആഹ്വാനം ചെയ്യുകയും, അതേ വ്യക്തി തന്നെ അപ്പുറത്ത് പറയാതിരിക്കാൻ കഴിയില്ല, പുകവലി ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാതെ മുമ്പോട്ട് പോവുകയും ചെയ്തൊരു വൈരുദ്ധ്യമാർന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്കറിയാം, പല പ്രതിഭകൾക്കും പലതരം വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ അത്ര വലിയ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഡാൻ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ മകൻ വിനീത് ശ്രീനിവാസനൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, അദ്ദേഹത്തിന് ഇത്രയും വലിയ രചനകളൊക്കെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പുക വലിച്ചേ പറ്റൂ. അപ്പോൾ എന്തിന് ഈ രചന സൃഷ്ടിക്കേണ്ട, നിങ്ങളത് നിർത്തൂ, നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ പുകവലി നിർത്തിയാൽ മതി, നിങ്ങൾക്ക് രചിക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ എല്ലാവർക്കും പലതും പങ്കുവയ്ക്കാനുണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 1986 ഇറങ്ങിയ സിനിമയാണ് ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എത്ര കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു, ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, വിലയിരുത്തുന്നത്, മലയാള സിനിമാ ലോകത്ത് നായക സങ്കല്പങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയൽ, എന്താ പറയുക, ഒരു പ്രോട്ടോക്കോൾ ഇല്ല, അല്ലെങ്കിൽ ഒരു മാനദണ്ഡമില്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. സൗന്ദര്യത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ സുഹൃത്ത് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആളാണ്. അദ്ദേഹം പറയും, ഈ എല്ലാവരും വളരെ ഉടുത്തൊരുങ്ങി നല്ല കുട്ടപ്പനായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഒരിക്കലും അദ്ദേഹം നടക്കാറില്ല. അങ്ങനെ നടക്കുന്നവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം കാണും, എനിക്കൊരു ദുരുദ്ദേശവുമില്ല. എത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ മഹാവ്യക്തിയുടെ കലാപ്രതിഭയുടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.